നിങ്ങൾ മുമ്പ് നിന്നാൽ മതി. നിങ്ങൾ രണ്ടുപേരും കുഞ്ഞുങ്ങൾ 3-4 പേരും മുമ്പ് നിന്ന പിള്ളേർ പുറകെ കിട്ടെ. കാരണവന്മാർക്കും മാറ്റം, മക്കൾക്കും മാറ്റം, മക്കളുടെ മക്കൾക്കും മാറ്റം. നമ്മുടെ വീഡിയോകളെ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ചെയ്യണേ. ആഴ്ചയിൽ 3 ഹൈപ്പ്. ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ അനിയന്റെ മകള് ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അത് വിളിച്ചിരുന്നായോ നമ്മൾ ഇങ്ങനെ നിർത്തി പറയണം. വേണോ ബിസ്ക്കറ്റ്? അവനെനിക്ക് അതിന്റെ മെസ്സേജ് അയച്ചു, നീ വീട്ടില് വരൂ, വീട്ടില് വരുന്നേ. ആരാ? മാറിയില്ലടാ, മുഖം കുഞ്ഞായിപ്പോ ഞങ്ങൾക്ക് തോന്നേ. ക്ഷീണിച്ചില്ലേ? ആ ഷേപ്പ് ശരിയാ. ആ പൊക്കം വെച്ചു, നിന്റെ അടുത്ത് പൊക്കായി. പക്ഷെ ഞാൻ അന്ന് വന്നിട്ട് ഇവൾക്ക് ഞങ്ങളുടെ സെയിം വെയിറ്റ്. എനിക്കൊരു സ്പോട്ട് വരും. എനിക്ക് ആയോ? എന്നാ വിശേഷം? ഗ്യാസും ഇച്ചിരി സാധനം കഴിക്കാൻ ഉടനെ ഗ്യാസ് പിന്നെ കഴിക്കത്തുള്ളൂ. എനിക്കൊരു ഏണി വേണം. ഭക്ഷണമൊക്കെ കഴിക്കാം. അമ്മയും കഴിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നില്ലേ, അത് ഭയങ്കര സ്റ്റോറി ആയിപ്പോയി. കണക്ഷൻ പറഞ്ഞത് ഈ പോലീസിന്റെ മോളാണ്. ഈ പോലീസ് നമ്മുടെ കുറുപ്പന്തറത്തെ അമ്മയില്ലേ, കുറുപ്പന്തറത്തെ അമ്മ മരിച്ച അമ്മയില്ലേ, അമ്മയുടെ ചേട്ടി, ആ പേരപ്പന്റെ അനിയന്റെ മകനാണ്. ആ മകന്റെ മോള്. അതായത് ബന്ധം നിനക്ക് പിടി കിട്ടിയില്ല എപ്പോഴും ഇല്ല. അന്നത്തെ പേരപ്പന്നെ നീ അറിയല, നേരത്തെ മരിച്ചുപോയി. അതായത് സജിയങ്ങളിലൊക്കെ അറിയോ? സജി അങ്കിളും ഈ അങ്കിളും കസിൻസാണ്, ഫസ്റ്റ് കസിൻസ്, ചേട്ടന്റെ അനിയന്റെ മക്കളാണ്. ഇപ്പൊ പിടി കിട്ടിയോ? നിനക്ക് പിടി കിട്ടിയോ? ഉണ്ടായിരുന്നല്ലോ. ബന്ധം എങ്ങനെയാന്ന് പറയാം. അമ്മച്ചിയുടെ അപ്പച്ചൻ, അതായത് ഭർത്താവ്, പേരപ്പൻ, നമ്മുടെയൊക്കെ പേരപ്പൻ എന്ന് പറയും. പക്ഷെ പുള്ളി നിങ്ങളൊക്കെ ജനിക്കുന്നതിന് ആ പേരപ്പന്റെ അനിയന്റെ മകനാണ്. മകന്റെ മകളാണിത്. ഇവരൊക്കെ ഞങ്ങളെല്ലാവരും അമ്മ വീട്ടിലെ പെരുന്നാൾ വരുമ്പോഴും വെക്കേഷനൊക്കെ ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടാവും. കുറുപ്പന്തറ ഇവിടെയല്ലേ? കുറുപ്പന്തറ ഞങ്ങളുടെ അമ്മ വീടാണല്ലോ അത്. ഞങ്ങളവിടെ പോവും. ഇവരുടെ പേരപ്പന്റെ വീടാണ് അത്. അപ്പൊ അവരും അവിടെ വരും. ഞങ്ങളൊക്കെ ഇങ്ങനെ കളിച്ചും ചിരിച്ചുമൊക്കെ ഇങ്ങനെ ആണ്. ഇതുപോലെ ഒരു 10-30 പേരെങ്കിലും കാണും ഒരു പെരുന്നാൾ വരുമ്പോൾ ആ വീട്ടിൽ. വെക്കേഷനും അതെ, അവധിക്കാലത്ത് ഒരു ക്രിക്കറ്റ് ടീം, 2 ക്രിക്കറ്റ് ടീമായിരിക്കും മിക്കവാറുണ്ടാകുന്നത്. മണ്ണാർപ്പാറ തിരുനാളിനും മാൻമട്ടത്തെ തിരുനാളും ഇത് രണ്ടും അവിടുത്തെ തിരുനാളാണ്. ഇവിടുത്തെ പെരുന്നാളിൽ ഏറ്റവും അവസാനം മാൻമട്ടത്തെ പെരുന്നാളാണ്. നമ്മുടെ പെരുന്നാളെല്ലാം തീരുന്ന ഭാവം ഏപ്രിലാണ്. അപ്പോൾ എല്ലാം ഞങ്ങളവിടെ കാണും എല്ലാവരും. ആ വട്ടത്തിലുള്ള പിള്ളേരും കംപ്ലീറ്റ് ഉണ്ടോ കാണും. അവിടെ ഉള്ളവർ തന്നെ 10-15 പിള്ളേരുണ്ട് എല്ലാം അവിടെ. പക്ഷേ ഇപ്പോഴായാലും മുട്ടായി വന്നാൽ പറയും, മുട്ടായി
ആ കൂട്ടായി വന്നപ്പോഴേ ഇന്നലെ ഞാനേ തലേദിവസം വീട്ടിൽ ഇതുപോലെ ലൈറ്റ് കിടക്കുമല്ലേ കൂട്ടായി ഇവിടെ ശരിക്കും നമുക്ക് തന്നെ കാണത്തില്ല അമ്മ ഇത് പുറത്ത് വരുന്നതെന്ന് പറഞ്ഞു ആ കൂട്ടായി ഇല്ല നിൽക്കണം ചോദിച്ചു ആ ഭാഗമുണ്ട് കറക്റ്റായിട്ട് ഞാനാണ് നോക്കുന്നത്. ഒന്നും ഉണ്ടായില്ല നിങ്ങൾ ആളുകൾ എത്ര പേര്? ഒരെണ്ണം. ഒരാളോ ഞാൻ രണ്ടോ? അല്ല ഒരെണ്ണം. ഒരെണ്ണം അത്രേ ഉള്ളൂ. അതെ അതുകൊണ്ടേ അത് പറഞ്ഞു. മൂത്ത ആണുങ്ങളില്ലെന്നാണ് അവനോട് ചോദിച്ചത്. നമുക്ക് ഭാരം കുറയും, ഇത് ബുദ്ധിമുട്ട് കുറയും. എന്തോ ആണുങ്ങൾ അവരൊക്കെ സഹോദരങ്ങളൊക്കെ കുറഞ്ഞു കഴിയുമ്പോൾ പാരാത്രം കുറവുണ്ട്. ഓരോ കാര്യത്തിലും കുറഞ്ഞു കിട്ടുന്ന ഇവളാണ് അത് ഇവളല്ലേ അതെ അതെ നമ്മളിവിടെ വന്ന് കണ്ടില്ല, അത് ആദ്യമായിട്ട് വന്നതല്ലേ. അല്ല പഠിത്തം കഴിഞ്ഞ അവിടെ അതെ അവിടെ ഇവിടെ പഠിച്ചോണ്ടിരിക്കുക. പഠിച്ചോണ്ടിരിക്കുക. ആ പഠിക്കാവുന്നിടത്തോളം പഠിച്ചോട്ടെ. അമ്മേ നമ്മുടെ മൂത്തവൻ ടോമിയില്ലേ? അമ്മയുടെ മൂത്തമകൻ ടോമിയില്ലേ? ടോമി, അമ്മയുടെ മൂത്ത മകൻ ടോമിയില്ലേ? ആ ടോമിയുടെ മോൻ കിട്ടുവാണത്. എന്നാ ടോമിയുടെ മകൻ കിട്ടൂല്ലേ? ജോമയുടെ മകനില്ലേ കിട്ടു? ആ ആ അവനായിരിക്കുന്നത്. ആ അല്ലേ? അവരെല്ലാം നമ്മളെ അറിയോ? പിന്നെ അതിനാ ചെറുപ്പത്തിലെ വിട്ടുപോയതല്ലേ. അണ്ണന്മാരൊന്നും അറിയത്തില്ല. അവൻ വരുന്നതല്ലേ? ചെറുതായിട്ട് പഠിത്തം കഴിഞ്ഞാൽ അതെ പിന്നെ എൻ്റെ ഇല്ലേ പഠിത്തമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക അവൻ. പഠിച്ചുണ്ട്. എനിക്ക് വേണം. ഇത് ശങ്കരി, എത്ര ക്ലാസ്സായി? ഇത് ശങ്കരി അവൻ്റെ പെങ്ങള്. ശങ്കരിയില്ലേ? ചങ്കിരി ആ ശങ്കരി. ഈ ഇരിക്കുന്ന ഒരുപാട് പെങ്ങളല്ലേ? ആ പിന്നെ ആ വിവാഹൻ്റെ ഒരു പെങ്ങളുള്ള ഏത് പെങ്ങളൊന്നോ ഉള്ളോ? ഒരെണ്ണമുള്ളൂ. ഉള്ളോ? ചേട്ടൻ നിങ്ങൾ ആണുങ്ങൾ എത്ര പേരാ? എനിക്കോ എനിക്കോ ഒരെണ്ണമുള്ളൂ. ഒന്നുള്ളോ? ഒരാണോ ഉള്ളോ? ഒരു ഭാരമാണല്ലോ. ഇതിനുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതെല്ലാം നടത്തിക്കൊണ്ട് പോകും. ഇതെല്ലാം മടുത്തു പോകില്ലേ? പ്രായമായില്ലേ? പ്രായമായി വരുമല്ലോ. ദേ ഏലിക്കുട്ടിയുടെ കുഞ്ഞേലിക്കുട്ടിമാരാ, കുഞ്ഞേലിക്കുട്ടിമാർ, കുഞ്ഞേലിക്കുട്ടിമാരായിരിക്കുന്നത്. കുഞ്ഞേലിക്കുട്ടിമാർ, കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞേ. എനിക്ക് തിരിഞ്ഞില്ല. ആ ജൂനിയർ ഏലിക്കുട്ടിമാർ, അതങ്ങനെ പറഞ്ഞാൽ മനസ്സിലായില്ല. കുട്ടിയാന്നാ പറഞ്ഞത്. ആ കുഞ്ഞ് ഏലിക്കുട്ടിമാർ. ഇവര് ആ ഇവരെന്നാ ആ അപ്പോൾ ഏലിക്കുട്ടിയുടെ കൂടെ ഇരിക്കുവാണ് അവരെല്ലാം അവിടെ. അത്ര നല്ല കാര്യമാണ്. ആ അപ്പോൾ ഇന്നത്തെ ഫുഡിൻ്റെ പ്രിപ്പറേഷൻ മുഴുവനും ചേച്ചിയും ജോമോളും ചേട്ടായിയുടെ കൂടി രാവിലെ തുടങ്ങിയതായിരുന്നു കേട്ടോ. അപ്പം ഫ്രൈഡ് റൈസാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയാണ്. കിട്ടു ഇവിടെ അധിക ദിവസം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷവും പെരുന്നാളിൻ്റെ എല്ലാം കൂടെ കൂടിയുള്ള പരിപാടിയാണ്. കിട്ടു ക്രിസ്മസിന് മുമ്പ് പോവും, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി പെട്ടെന്ന് നോക്കുന്നത്. ഇല്ല, എവിടത്തെ കാര്യം ചോദിച്ചേ? ഇവിടുത്തെ കപ്പ ഉണ്ടോ? കപ്പ ഇട്ടിട്ടില്ലല്ലോ പറമ്പിൽ. കപ്പ ഉണ്ടെങ്കിൽ എല്ലാം തിളപ്പതിയുള്ളൂ. അമ്മച്ചി പണ്ടത്തെ കാലത്തെ ചിന്തിക്കുന്നത്. പണ്ട് കപ്പയൊക്കെ തിന്നിട്ട് ആ പണ്ട് കപ്പ ഉണ്ടായിരുന്നു. അതിൽ അമ്മയ്ക്ക് ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇനി എന്നെ പറയണേ
സാധനം പോയി എല്ലാം ഇറക്കൊക്കെ തിന്നാനൊക്കെ രസമുള്ള സാധനം പലകാലത്തക്കാരനല്ല. എടി അമ്മ പറയണ എന്നാ അമ്മേ? എടുക്കുവാണെങ്കിൽ ഇച്ചിരി എടുത്താൽ മതി. ഇപ്പൊ ഒരു സ്റ്റീൽ പാത്രത്തില് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കഴിക്കാന്നേ. ആ ലിയ ചേച്ചി വരാനുണ്ട് കേട്ടോ. ചേച്ചി കൂടെ വരട്ടെ. ചേച്ചി വരാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? വരട്ടെ. ചേച്ചിക്ക് അടിക്കണേ കഴിച്ചു. പക്ഷേ കസേര അപ്പം ഇടയുണ്ട്, കസേര ഉണ്ടെന്നേ. ഇപ്പം ആരും ഇരിക്കാനില്ലല്ലോ, കസേര കിടപ്പുണ്ടല്ലോ. അമ്മ പറഞ്ഞു കഴിച്ചോ. എനിക്ക് വേണ്ട. അയ്യോ ഞാൻ എടുത്ത് അമ്മ വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തത്. കഴിക്കാതെ വാ. ഞങ്ങളൊക്കെ കഴിക്കാം, എന്നിട്ട് ഞങ്ങൾ പോകും. നിങ്ങൾ കഴിച്ചോ? ഇല്ല, ഞങ്ങൾ കഴിച്ചിട്ട് അമ്മേനെ കഴിപ്പിച്ച് പോവാ. വാ, കൈ കഴുകണേ. ഇച്ചിരി സാധനം ഇച്ചിരിയേ ഉള്ളൂ, ഇത്തിരിയേ ഉള്ളൂ. കൈ പ്രാർത്ഥന ഇല്ലാതെ വേണ്ടേ, അതാണെന്ന് തോന്നുന്നു. കഴിക്കാൻ മടി. അങ്ങനെ എരിയുന്നില്ലേ? അതിന്റെ ഇവിടെ എരിവുള്ള ഉണ്ടാക്കി. വാ അമ്മ ഇവിടെ വന്നിരുന്നേ, ഇവിടെ വന്നിരുന്നേ, ഇവിടെ വന്നിരിക്കും, എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. ഇവിടെ വന്നിരുന്നു. കഴിക്ക്. വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവിടെ ഉണ്ടോ? ആരും ഇതാണ് ചില കഴിച്ചാൽ മതി. ഈ നാട്ടിലെ ഭക്ഷണം കഴിപ്പോ ആ ഞാൻ പറഞ്ഞില്ലേ, അമ്മ മുമ്പ് പ്രാർത്ഥന കഴിയാതെ കഴിക്കില്ലാത്തതിൻ്റെ വിഷയമാണ്. 8:30 ആവുമല്ലോ, 8:30 കഴിയുമല്ലോ. നേരത്തെ ചെയ്താ എനിക്ക് രാത്രി ഇച്ചിരി ഇരിക്കും. എല്ലാവരെയും കൂടെ കണ്ടപ്പോഴേ എല്ലാവരും കൂടെ കാണുമ്പോൾ അമ്മയ്ക്ക് അങ്ങനെ ഒരു ഇതുള്ളതാണ്. പിന്നെ പിന്നെ ഞാൻ ഇപ്പോഴോട് സ്നാക്സ് ഐറ്റംസ് കൊടുക്കുന്നത് അവിടുത്തെ ഫുഡ് മാത്രമേ കഴിക്കാൻ. ഇപ്പൊ ഞാൻ ബിരിയാണി ഇച്ചിരിയേ ഉള്ളൂ. അങ്ങനെ കുറേ സ്നാക്സ് ചാരിറ്റി സാധനങ്ങളല്ലേ. വെള്ളത്തിലോട്ട് പോകണം, പുറത്തേക്ക് പോകണം. ഒന്നും കൂടെ കുടിച്ചു. ഒന്നും കൂടെ കുടിച്ചു. അങ്ങനെ ഒത്തിരി പ്രാവശ്യം കുടിക്കാൻ കഴിച്ചോ. നീ പള്ളി പോകണ്ടേ? പള്ളി പോകണ്ടേ? കഴിച്ചാലേ പോകാൻ പറ്റുള്ളൂ. നീ ഇന്നും പോണില്ല. ഇന്ന് പോണില്ലേ? ആ എന്നാ ഇനി കിടന്നുറക്കണ്ടേ? നാളെയൊക്കെ പോകും. ആ എന്നാണേലും ഒരു ദിവസത്തെ ഒരു പ്രാവശ്യം പോയാൽ അത് മതി. എന്നാലും കഴിക്കാതെ പറ്റുമോ? കഴിക്കണ്ടേ? പള്ളി വേറെ പണിയില്ല. പള്ളി പോയിട്ട് വന്നപ്പോൾ വിശക്കാൻ തുടങ്ങിയില്ലേ? പള്ളി പോയിട്ട് വന്നപ്പോൾ വിശക്കാൻ തുടങ്ങിയില്ലേ? അനുവിന് വേണം. ആ ചേച്ചി അവളെ എരിവ് കൊടുത്ത് പഠിപ്പിച്ചെന്നാണ് അവൾ പറഞ്ഞത്. അവള് വീട്ടിൽ എരിവ് കഴിച്ചിട്ടില്ലെന്ന്. ആ അവിടെ നിന്ന് കരഞ്ഞെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ രോമോളെ വീട്ടിൽ ചെന്നപ്പോൾ എരിവ് കഴിച്ച് കരഞ്ഞത്. അതുപോലെ എരിവായിരുന്നു. ഭയങ്കരമായിട്ട് എരിവ് ഉപയോഗിക്കുന്നവരായിരുന്നു. അയ്യോ എരിവെന്ന് പറഞ്ഞുണ്ടല്ലോ, നാളോട് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഒഴിവായിരുന്നു. അത്യാവശ്യം ഇവിടെ അമ്മ എരിവ് ഇടുന്നതായിരുന്നു. അത് കൂടുതൽ ആണോ? ആ അതാണ്. അതെ അനു വന്നപ്പോഴത്തേനും അവിടെ എരിവ് കുറച്ച്. ഇവിടെ വലിച്ചാച്ചൻ എരിവേ ഒഴിക്കുമായിരുന്നുള്ളൂ. ഞങ്ങളുടെ വല്യപ്പൻ കാന്താരി മുളക് തോരൻ വെച്ച് കഴിക്കുമായിരുന്നു. കഞ്ഞിയും കാന്താരിമുളകും അതാണ് അവരെ നമ്മളെ തോൽപ്പിക്കുന്ന. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാല് ഇവര് എടുക്കാവോ എന്ന് പറഞ്ഞത് കാന്താരിമുളക്, എന്നിട്ട് അവര് നമ്മളെ മുമ്പിൽ കടിച്ചു പറഞ്ഞിരുന്നു. നമുക്ക് തൊടാൻ പറ്റില്ല. അതുകൊണ്ടാന്ന് തോന്നുന്നു. കഴിച്ചു.
അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കും. അപ്പൊ ഇങ്ങനെ പ്ലാൻ വേണം. പിന്നെ നിങ്ങളെങ്ങനെ കുഴിമന്തി മറ്റേ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ, ഏതാണ്ടൊക്കെ എങ്ങാണ്ടൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഇതൊക്കെ എങ്ങനെ കഴിയും? ആ അതെ അതെ, കുഴിമന്തിയൊക്കെ മേടിച്ചു. ഞങ്ങളുടെ ഫുഡോട് വരും കേട്ടോ കുഴിമന്തിയൊക്കെ കഴിക്കണമെങ്കിൽ. അല്ല അല്ല ജോസി, കുഴിമന്തി ഷവർമ്മയാണ്. ഷവർമ്മ. അതെ, ഷവർമ്മ എന്ന് ഓർമ്മയൊന്നും തിന്നണ്ട. അതൊക്കെ എങ്ങനെയുള്ളതെന്നും പറയാൻ പറ്റിയല്ലോ. വല്ലോ സാൽമൺ അല്ല, ഇത് അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ കുഴിമന്തിയൊക്കെ കഴിക്കാൻ പോകുമ്പോൾ ഞങ്ങളവിടെ കൊണ്ടുകൊണ്ട് വരും. ആ അല്ലാതെ പരിപാടി നടക്കുകയില്ല. കുഴിമന്തിയൊക്കെ കഴിക്കണമെങ്കിൽ പ്രിപ്പറേഷൻ ശരിയായില്ലെങ്കിലേ പഴയതും കൂടി ഇറങ്ങി ഉറപ്പായിട്ടും സാൽമണല്ല കാണും. മോള് പറ്റിച്ചതാണ്. ചേച്ചി പറ്റിച്ച്. കഴിക്കാൻ നമുക്ക് കഞ്ഞിവെള്ളത്തിനകത്ത് വാരിയാൽ ഇഷ്ടമാവും. ഇപ്പോൾ വൈകിട്ട് ചോറായിപ്പോയില്ലേ മമ്മി ശങ്കരി? മമ്മി ആൻറ്റിയും കൂടെ രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. ഞാൻ രാവിലെ ഓടി നടന്നെല്ലാം മേടിച്ചുകൊണ്ട് വന്നു. ഇവർ ഓടി നടന്ന് എല്ലാം കൂടെ ഉണ്ടാക്കി കേട്ടോ. ഓസ്ട്രേലിയൻ മോഡൽ ഫ്രൈഡ് റൈസ്. ഓസ്ട്രേലിയൻ മോഡൽ ഫ്രൈഡ് റൈസ് അല്ലേ? ഭക്ഷണം നന്നായിരുന്നു കേട്ടോ. ഓസ്ട്രേലിയൻ മോഡൽ ട്രൈ ഇതാന്നാ പറഞ്ഞത്. ആളുകൾ കഴിച്ചു. ഇവിടുത്തെ ആണുങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഇവിടുത്തെ ആണുങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ടെന്നേ. ആണുങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ടെന്ന്. ഇത് ആണുങ്ങള് അവൻ്റെ കാര്യമല്ലോ, ആ ഇവിടുത്തെ ബാബുവിൻ്റെ ചെറുക്കൻ്റെ കാര്യം. സാബുവിൻ്റെ ഇറക്കല്ലേ ഇരിക്കുന്നേ, വേണ്ടില്ലേ? ഇത് ആ അവനല്ലേ? അവനല്ലേ? അതൊക്കെ അനുഭവത്തില്ല. ഇവിടെ ഉണ്ടോ നോക്കി ഇനി ഇരിക്കുന്നതിനകത്ത്? ഇവിടെ ഒരുത്തിന് ഇരിപ്പുണ്ട്. ഇരിക്കുന്നത് പലരും എല്ലാവരും അതായിട്ടാണ് പറഞ്ഞിട്ട് കാര്യം. ആൾക്കാരെ മനസ്സിലാക്കണം. കട്ടാല ഉദരക്കട്ടാല ഇവിടത്തെ ഈ വീട്ടിലെ കൊച്ചുമക്കളാണ്. ഞങ്ങളുടെ വീട്ടിലെ കാര്യം ആ നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ ഉദരക്കട്ടയിലല്ലേ? പിള്ളേരില്ലല്ലോ, അവരെ സാബുവിന് രണ്ട് പിള്ളേരെ. ടോമിയുടെ രണ്ടെണ്ണം ആയിരിക്കുന്നത്. അവൻ കുട്ടുമല്ലേ? കുട്ടുമല്ലേ? അവന്റെ പേര് കുട്ടൂന്നല്ലേ? അവനായിരിക്കുന്നത് ആയിരിക്കുന്നതാണ് കുട്ടു. അത് ജോമോൻ എത്ര പിള്ളേരുണ്ട്? അവനെ കുട്ടു. ജോമോൻ എത്ര പിള്ളേരുണ്ട്? ശ്രദ്ധ മാറിപ്പോയി. അമ്മച്ചി ജോമോൻ എത്ര മക്കളുണ്ടെന്ന്? ജോമോൻ എത്ര മക്കളുണ്ട്? രോമൻ ഇവിടെ ഇല്ലായിരിക്കും. അപ്പൊ ഇതാരാ? രോമൻ വന്നിട്ടുണ്ടോ? ആ നീയാണോ? ആണോ? എനിക്കറിയത്തില്ല. ഇങ്ങോട്ട് പോന്നിട്ടില്ലേ? എലിക്കുട്ടിയമ്മ പറ. അവൻ വീട്ടിലാ? ഇതാ വീട്. ഇതാന്നേ വീട്. വീട്ടിലാണോ ചോദിച്ചാൽ? നമ്മുടെ ആ വീട്ടിലാ, നമ്മുടെ വീട്ടിലാ. ബാബു അല്ല മനസ്സിലായോ? നമ്മുടെ വീടായത് കുതിരക്കട്ട. എനിക്ക് പറഞ്ഞിട്ടെൻ്റെ കാര്യം അമ്മച്ചി കൈ കഴിക്കുക. അമ്മച്ചി കൈ കഴിക്കുക. കൈയിലൊക്കെ ഏക്കാന്ന് പറയരുത്. എന്നെ വഴക്ക് പറഞ്ഞു. ഏക്കടി എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞു ഹോസ്റ്റലില്. അങ്ങനെയല്ല, എണീക്ക് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാനിവിടെ ഏക്കെന്ന് പറയില്ല. പ്രവർത്തിന്ന് ഏക്ക് എല്ലാത്തിനോടും പറഞ്ഞു. അത് ലോക്കൽ മലയാളം. അങ്ങനെ പറയുമ്പോ അവരോട് പറഞ്ഞാൽ മതി, ഇതാണ് യഥാർത്ഥ മലയാളം എന്ന് പറഞ്ഞാൽ മതി. കോട്ടയത്തെ മലയാളമാണ് യഥാർത്ഥ മലയാളം. ഞാനത് പറയും.
ഞാൻ ഇത് പറയുന്നു അപ്പൊ വരുമായിരിക്കും. നമുക്ക് കുറെ നമ്മൾ വേറെ ജില്ല ഡിസ്ട്രിക്ട് ഒരു പ്ലേറ്റ് രണ്ട് പ്ലേറ്റ് കഴിക്കാമേ കുറച്ച് ഡിഫറൻസ് ആണ്. കഴിക്കുക പോയി ഇങ്ങനെ കളി കഴുകുന്നില്ലേ കൈ കഴുകുന്നില്ലേ നമ്മുടെയാണ് റിയൽ കൈ കഴുകുന്നില്ലേന്ന് കഴുകാൻ പോവാം. ആ പോയി കഴിക്കോ. അവരിങ്ങനെ കുറെ നമുക്ക് ചിരിയില്ല അവിടെയൊക്കെ വീട്ടിലാണല്ലോ. ഇത് നമ്മളിട്ടിരിക്കുന്ന ലേറ്റ് ആവില്ല. ഈ വഴിക്ക് കേട്ടോ. ആ ഈ വഴിക്ക് വഴി പെരുന്നാൾ വരട്ടോ അല്ലേ. ഒന്നും കഴിച്ചില്ലല്ലോ ഒന്നും. കഴിച്ചില്ലാന്നോ? ആ ഇച്ചിരി കണ്ടാ കഴിച്ചോളല്ലോ. എന്നാ കഴിക്കാൻ? ആ ഇതെല്ലാം കഴിക്കാണ്ടായിരുന്നു. കഴിച്ചല്ലാരും എല്ലാം കഴിച്ചു. നമ്മൾ രണ്ടുപേര് കഴിക്കാനുള്ളൂ. ഞാനൊന്ന് കുളിച്ചിട്ട് കഴിക്കാന്ന് പറഞ്ഞാ. കഴിഞ്ഞ ദിവസം സെക്യൂരിറ്റിനെ വിളിച്ച് നടത്തിട്ടോ അങ്ങനെ എൻ്റെ അമ്മാവനെ വിളിച്ചു ചോദിച്ചേ. അമ്മാവനെ ഓടിക്കുവോ ചെയ്യുന്നത് അല്ലേ? ചേച്ചി നീ വന്നേ. ചേച്ചീനെ പേഷ്യൻ്റ് എടി അമ്മാവനെ പേഷ്യൻ്റ് ഓടിച്ചിട്ട് ഓടിച്ചിട്ടടിക്കുക. കസര ഇറക്കി എറിഞ്ഞു എന്നാള് അല്ലേ? ഞങ്ങൾ വരുന്നതിന് മുമ്പ് കസര എറിയേണ്ടി ചെയ്തു പേഷ്യൻ്റ്. അടിയും കിട്ടിയിട്ട് എന്തെങ്കിലും പറയാനും പറ്റുമോ? നാളെ ഞാൻ ഒരാളെ തൊഴിച്ചടി ഞാൻ റൂമിലേക്ക് കളിച്ചു മരിയ ചേച്ചിക്ക് കരണം സ്പെഷ്യലൈസ് ചെയ്ത് അവര് അതിനകത്ത് നിൽക്കുന്നവർക്ക് അടി കിട്ടുന്ന. അല്ലാത്ത നീ എന്തിനാ നിന്റെ പഠനം കഴിയുമ്പോ നീ അങ്ങ് പോകും. 2 മാസം അതിന്റെ അകത്താ അവിടെ അറ്റൻഡർമാരുണ്ട്. ജയില് പോലെയാ. തുറക്കുന്നു അടയ്ക്കുന്നു തലക്കുന്നു ഗുസ്തിയൊക്കെ പഠിച്ചിട്ട് പോകും. അല്ല കരാട്ടെ അറിയാം. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഫോൺ ചെയ്ത് പോയോ? അതിൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുത്ത് ഗേൾസിൻ്റെ എടുത്തിട്ടുണ്ട്. ആ 3 ബോയ്സും ജോസഫാണല്ലോ അല്ലേ? 3 ബോയ്സും ജോസഫാണ്. അതെ 3 ജോസഫാണ്. 3 ജോസഫും 3 എലിസബത്തുമാണ്. ഞാൻ ഡ്യൂട്ടിക്ക് പോയിച്ച് വന്നേ ഉള്ളു. ആണോ? പിള്ളേര് വന്ന കാരണം പിള്ളേരോട് ഇന്നപ്പോ അമ്മയും മറന്നുപോയി. നമുക്ക് രാത്രിക്കാണോ കഴിഞ്ഞു ഡ്യൂട്ടി? കഴിഞ്ഞു. അത് കഴിഞ്ഞോ? ഒരു മാസത്തേനാ? അല്ലേ ഇന്നത്തേക്കേ ഉള്ളു. നാളെ കഴിഞ്ഞു. ഉണ്ടോ? ചോറുണ്ടോ? ചോറുണ്ടോ? ഇച്ചിരി വിശപ്പില്ല. ഒന്നുമില്ല. കഴിച്ചില്ലേ? അമ്മ കഴിച്ചില്ലേ? വന്ന് വേണ്ട. പഴം വേണം. പഴം തിന്നു. പഴം തിന്നോ? പഴവും തിന്നത്തില്ല. പഴം കഴിച്ചു. ഒന്നും വേണ്ട. ചോറ് തിന്നില്ലെന്നേ ഉള്ളൂ. കഞ്ഞിയില്ലേ? ഭക്ഷണവും വേണ്ട. ഒന്നും പണിയെടുക്കാനും വേണ്ട. ഒന്നും നീ നടക്കാനും ഇനിയിപ്പോ വേണ്ട. എല്ലാരും കെട്ടിയ എല്ലാവരുടെയും പിള്ളേരായി മക്കളായി കുടുംബമായി. ഇനി അമ്മയ്ക്ക് പണിയുടെ ആവശ്യമൊന്നുമില്ല. അവിടെ നല്ലപ്പോ ചെയ്തില്ലേ? എടുപ്പും പണിയും ഒരു രക്ഷയില്ല. പപ്പായ്ക്കും അമ്മയ്ക്കൊക്കെ എന്നാ വിചാരിച്ചു? അപ്പ പോയി. അവിടെ പോയി അങ്ങ് മുകളിൽ പോയി. മരിച്ചു പോയോ? അത് എന്നായിരുന്നു? പെട്ടെന്നായിരുന്നു. ആ നാട്ടിലേക്കായിരുന്നു. സോ അത് ഇപ്പോഴും 1 മാസമായോ? 1 മാസമായി. നല്ല ആരോഗ്യത്തോടു കൂടി വന്നോ? പെട്ടെന്ന് പോയി. പണിയൊക്കെ അടിക്കാല്ല ഞാൻ. കുറച്ച് നാളായിട്ട് ഇരിപ്പായിരുന്നു. കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ആ അത് പറ്റുള്ളൂ. അല്ലാതെ ഹാർട്ട് അറ്റാക്ക് ആവുന്നതായിരിക്കും. അമ്മയ്ക്ക് നമുക്ക് കുഴപ്പമില്ല. അങ്ങനെയുണ്ടോ? നടക്കാവില്ല. നടക്കാൻ ഭക്ഷിക്കാൻ എല്ലാം. അമ്മയ്ക്ക് ഇപ്പോൾ 19 വയസ്സായുണ്ടോ? 78. അത്രയുണ്ട്.
അയ്യോ ഇപ്പം വല്ലയിടത്തൊക്കെ നടക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. കയ്യോ കാലോ തട്ടി വീണു എല്ലാം വന്നു പോയാൽ 5 നാളെ ഇതൊക്കെ കാണാനാണ് പറ്റുന്നത്. മരിച്ചു പോവുകയാണ് മരിച്ചു പോയെന്ന് തോന്നുന്നു. പിന്നെ ഇതിലൊക്കെ വേദനയെല്ലാം കാണുന്നുണ്ട്. നമുക്കല്ല ഇത് കഷ്ടപ്പാട് കൊടുക്കുന്നു. പൈസ മുടക്കിയാൽ അതൊന്നും കാര്യം വിഷമം. അപ്പോൾ നിങ്ങൾ 4 പെണ്ണുങ്ങളോ ആണോ? ആണുങ്ങളോ? ഞങ്ങൾ 3 പെണ്ണും 3 ആണ്. 3 പെണ്ണും 3 ആണ്. ആണോ? ആ 2 കൂട്ടരും വെപ്പാലിയാണ്. അപ്പം അമ്മയ്ക്ക് ചാച്ചനൊക്കെ നടക്കാവോ? പണിയെടുക്കാവോ? ഭക്ഷണം കഴിക്കാവോ? പ്രായമൊക്കെ ആയി ഉറക്കം വരുന്നില്ലേ? ഉറക്കമൊക്കെ എല്ലാം കുഴഞ്ഞു പോയി. എല്ലാം കുഴഞ്ഞു. ദിവസമായി എല്ലാം കഴിഞ്ഞ് കിടക്കുക. കിടന്നിട്ട് ഉറങ്ങിയിട്ടുണ്ട്. ഒരു സ്വസ്ഥതയും കിട്ടി. ഇന്ന് ഒട്ടും കിടന്നിട്ടില്ല. ഇന്നലെ അത്ര കൂടെ കിടന്നിട്ട് ഇട്ടും കിട്ടി. ഈശോ എല്ലാം നമുക്ക് പറഞ്ഞിരിക്കണം. അതല്ലാണ്ട് നമ്മൾ ചെയ്തതിൻ്റെ ശേഷം അങ്ങോട്ട് പോയി വിളിക്കണം. അതിന് ഒന്ന് കിടന്നാൽ അതിൻ്റെ ദോഷം നമുക്കല്ല കിടക്കും. നമ്മൾ പോയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. മഴയൊന്നും പോയില്ല. എന്ന് ഇരിക്കുന്നതല്ലേ പക്ഷെ എന്നും ഇരിക്കുന്ന കയറാണ് എൻ്റെ വള്ളി കഴിഞ്ഞു പോയി. ഞാൻ അഴിച്ചിട്ടത് അല്ലെങ്കിൽ തെറുത്ത് കയറ്റി വെക്കുമായിരുന്നു. നാല് ജൂനിയർ എലിസബത്ത് എലിക്കുട്ടിമാരൊക്കെ വാ. അതെ, ജൂനിയർ എലിക്കുട്ടിമാർ വന്നേ. അല്ല, അവർക്ക് കസരിട്ട് വിടും. ഇവര് നിന്നാ മതി. എല്ലാരും കൂടെ നിൽക്കുക, പൊക്കം കിട്ടുമോ? പൊക്കം ഉള്ളവര് അത് കുഴപ്പമില്ല. ഇവര് വട്ടത്തിൽ ചേച്ചി തന്നെ ഇങ്ങനെ പറയും നല്ല പൊക്കമുണ്ട്. നല്ലോണം പൊക്കമുണ്ട്. പൊക്കമില്ലേ? ഒരു പേടി, ശകലക്കുറവുണ്ട്. നമ്മള് സെയിം ഹൈറ്റ് ആണ്. ഇവിടെ കഴിഞ്ഞ് നിന്നു. അപ്പൊ ചുമയില് പൊക്കം എന്നിട്ട് നിങ്ങൾ ഇപ്പുറത്തെ വിവീന നടക്ക് നിൽക്കേ. ആ പാൻ അങ്ങ് മാറ്റി വെച്ചോണ്ട് പേര് കയറ്റിയത്. നമുക്ക് എല്ലാവർക്കും കൂടെ ഇരിക്കാം. അത് കഴിഞ്ഞെടുക്കാം. അമ്മ നേരെ ഇരുന്നോ? ചെറുക്കന്മാരെ കൊണ്ട് അമ്മ നേരെ ഇരുന്നോ? ഇങ്ങനെ കൈ വെച്ചു. ലൈറ്റില്ല, ആ ലൈറ്റ് ഓഫ് ചെയ്താൽ മതി. ഇങ്ങനെ കൈ വെച്ചു. അല്ല, ലൈറ്റ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ അതങ്ങ് ഓഫ് ചെയ്യും. 3ാമത്തെ എന്റെ ഫോൺ എടുത്തു നോക്കാം. എടുത്തിട്ടേ ഉള്ളൂ. കോതി. പറയാം. മൂക്കടിയാ. എന്നിട്ട് അങ്ങോട്ട് ലൈറ്റ് ഇട്ടോ എടുക്കാം നമുക്ക്. ശങ്കരി എന്ത് ചെയ്യും? അങ്ങോട്ട് നയിക്കും. അമ്മ അങ്ങോട്ട് നയിക്കും. കിടക്കണം മോളെ. ആ അമ്മയ്ക്ക് അടുത്ത അമ്മയെ ഇവരെ എവിടെയാ നിർത്തണേ? ഈ കൂടെ നിർത്താം. ആ, വിവരങ്ങളെ കൊടുത്ത്. കുഴപ്പമില്ലെന്നേ, ഇങ്ങനെ ഒന്ന് എടുക്കാം. ചേച്ചി മാറുന്നേ. അല്ല, ഒരു സെറ്റ് ഇങ്ങനെ എടുക്കും. ചേച്ചി മാറുന്നേ. ഇവര് 3 കൂടി ഉള്ളത്. എലീസുമാര് മാത്രം. എലീസുമാര് മാത്രം. എലിക്കുട്ടിയമ്മേ ഇങ്ങനെ നോക്കി. അമ്മ ഇങ്ങോട്ട് നോക്കിയേ. ഇങ്ങോട്ട് നോക്കിയേ. ഇവിടെ നോക്കി. അമ്മേ, അങ്ങോട്ട് നോ. അമ്മ ഞാനാ വിളിക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയേ. അവിടെ നോക്കിയോ? സൂനെ ഒന്ന് മാറിക്കോ. ഇവിടെ നോക്കിയേ. ഇതുണ്ടോ? ഒന്നുമില്ല, ഇതൊന്നും കാണാനില്ല അല്ലേ? ഈ കുന്തം കണ്ടില്ലേ? ഇതുകൊണ്ട് ഈ കുന്തം പിടിച്ച് നിൽക്കുന്നുണ്ടല്ലേ എലിക്കുട്ടിയമ്മയുടെ കുന്തം. ഇനിയിപ്പം ജോസഫുമാർ വന്നു. ഇവർക്ക് 3 പേർക്ക് ഒരേ പോക്കാം അല്ലേ? ഇവർക്ക് 3 പേർക്ക് വലിയ വ്യത്യാസമില്ലല്ലോ. അമ്മ ഈ കുന്തത്തിലോട്ട് നോക്കിയാമേ. ഈ കുന്തത്തിലോട്ട് നോക്കി. അങ്ങനെ തന്നെ. ഈ കുന്തത്തിലോട്ട് നോക്കണം കേട്ടോ. ഇനി ഗേൾസ് ഇവരുടെ ഫ്രണ്ടിലായിട്ട് ഇനി ഗേൾസ് പോയി ഫ്രണ്ട് തന്നെ. ഗേൾസ് ഫ്രണ്ട് തന്നെ. നിങ്ങൾ പുറകോട്ട് വലിഞ്ഞു നിന്നാ മതി. ഇനി നിൽക്കണമെന്നില്ല. സൈഡിൽ സൈഡിൽ എത്തിയില്ലേ? റൗണ്ടിൽ നിൽക്കുക. അതെ, ഓരോരുത്തരുടെ സിസ്റ്റർമാരെ അവരെ കൂടെ നിന്നോ. ശങ്കരി അപ്പുറത്ത് നിൽക്കടി. ഏഞ്ചിന് നടുക്ക് കയറി നിൽക്കുന്നിട്ട് നീ അപ്പുറം നിൽക്ക്. കുട്ടുവിൻ്റെ അപ്പുറം നിൽക്ക്. അമ്മ ഏറ്റു പോയി. അമ്മേ 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 പിള്ളേരെ കൂടെ ഫോട്ടോ എടുക്കേ. ഇങ്ങോട്ട് നോക്കിയാമേ. എല്ലാവരും കൂടെ നിൽക്കണം. അമ്മ കൈയൊക്കെ കൂപ്പി പിടിച്ച് നിൽക്കുന്നു. തീ ക്യാമറയിലിട്ട് നോക്കി എല്ലാവരും. അമ്മ ഇങ്ങോട്ട് നോക്കിയാമേ. എലിക്കുട്ടമ്മേ
ഈ കുന്തത്തിലോട്ട് നോക്കി. ഒന്ന് ചിരിച്ചേ എലിക്കുട്ടിയോട് ഒന്ന് ചിരിച്ചേ. ആ അത് നന്നായിട്ട് ചിരിച്ചോണ്ടിരുന്നത്. ഇത് അടിപൊളിയാണ്. ആ അപ്പം അമ്മയും കൊച്ചുമക്കളും കൂടെ 2 കൊച്ചുമക്കൾ മിസ്സുണ്ട്. ബാക്കി എല്ലാവരും ആൺമക്കളുടെ മക്കളെല്ലാം ഉണ്ട്. എലിക്കുട്ടി അമ്മയുടെ ആൺമക്കളുടെ മക്കളെല്ലാം കൂടെ നിന്ന് ഫോട്ടോ എടുത്തതാണ് ഇനി എല്ലാരും കൂടി ഇന്നോ കേട്ടാ. ആ അതെ, അമ്മ ഇപ്പം പോവും. അമ്മ കിടക്കാൻ പോവും. കേറുന്നോ അമ്മ അധികം സമയം ബാ അതെ. ആ നിങ്ങൾ മുമ്പ് നിന്നാൽ മതി. നിങ്ങൾ 2 പേരും കുഞ്ഞുങ്ങൾ 3-4 പേരും കൂടെ മുമ്പ് നിന്നാ പിള്ളേർ പുറകെ നിൽക്കട്ടെ. വലിയവരെല്ലാവരും കൂടെ. അമ്മ ഇവിടെ നോക്കിക്കേ, കുന്തത്തിൽ നോക്കിയേ. അപ്പം മരുമക്കളും കൊച്ചുമക്കളും ആയിട്ടുള്ള എലിക്കുട്ടി അമ്മയുടെ ഫോട്ടോ കഴിഞ്ഞു. ഈ ആൺമക്കളും ഇനി നമ്മളും കൂടെ കയറി വരാം അല്ലേ. അപ്പോൾ ജോസിനെ വിളിച്ചാൽ നമുക്ക് ഫോട്ടോ എടുപ്പിക്കാം. ജോസിനെയും മരീനെ അവർ പോയോ? ഇങ്ങോട്ട് വന്നോ? അമ്മ കൈ കൂപ്പി അമ്മ പ്രാർത്ഥിക്കുമല്ലേ. പ്രാർത്ഥന സമയം കഴിഞ്ഞില്ലേ അതല്ലേ അല്ലേ? ഒന്ന് വിളിച്ചു നോക്കി. റെക്കോർഡാണ്. നല്ലൊരു പിടിച്ചെടുത്താണ്. അങ്ങനെ റെക്കോർഡാണ്. ശങ്കരി അടക്കുണ്ട്. ഞാനിവിടെ നിൽക്കാമല്ലോ. എല്ലാവരും ഇല്ലേ? ഓക്കെ. എല്ലാരും കാണാൻ മേലെ അമ്മേനെ വിളിച്ചോ കേട്ടോ. ഒന്ന് ക്ലോസപ്പിലാക്കണോ? അമ്മേനെ ഒന്ന് വിളിച്ചു. അമ്മേനെ അമ്മേനെ ഒന്ന് വിളിച്ചോ. അമ്മയുടെ നോക്കാൻ വാ അങ്ങോട്ട്. ആ അമ്മച്ചി അമ്മച്ചി ഒന്ന് നോക്കിക്കേ. ഓക്കെ ഇങ്ങനെ ഓക്കെ 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 അമ്മച്ചി ചിരിച്ചേ ചിരിച്ചേ. കിട്ടിയില്ലേ? അമ്മ മാറി പോരെ. അമ്മച്ചി ഇത് ആരൊക്കെ വന്നേക്കണത്? ആരൊക്കെ വന്നേക്കണത്? കൊറേ പേരുണ്ടല്ലോ. അമ്മച്ചി ആദ്യമായിട്ടാണ് എനിക്ക് ഇത്ര പേര്. അമ്മച്ചിക്ക് ഒരു ഫീലിങ്സ് ആയേ. പിള്ളേരെ വെച്ച് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അമ്മച്ചി ഏറ്റവും പോക്ക്. അടുത്ത ആൾക്കാർ വന്നപ്പോഴത്തേക്ക് നിങ്ങൾ ഓസി എടി അങ്ങ് വരാനുള്ളതല്ലേ? എന്റെ അപ്പനും അമ്മയും കൂടെ അങ്ങ് വരാനുള്ളതല്ലേ? അപ്പൊ പിന്നെ കറക്റ്റാ. അമ്മ കൈ കൂപ്പി അമ്മ ചിരിച്ചമ്മ. കൈ താഴെ വെക്ക്. അമ്മ കൈ കൂപ്പി ഇങ്ങോട്ട് നോക്കി. ഇവിടെ ഇവിടെ ഈ കുന്തത്തിലോട്ട് നോക്കി. ഇവിടെ നോക്ക്. ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് ഇതേലോട്ട് നോക്കാനാ പറഞ്ഞത്. ഇതേലോട്ട് നോക്കാനാ പറഞ്ഞെന്ന്. ആ അവിടെ ഇരുന്നാ മതി. ഫോട്ടോ എടുത്താ അമ്മയുടെ ഫോട്ടോ. ആ അത് നോക്കി കഴിഞ്ഞ് മതി. മുടിയൊക്കെ ജോമുള്ള പരിപാടിയാ. ബ്യൂട്ടീഷ്യൻ ബൈ. അതെ ഒന്നുമില്ല. ജോലി കിട്ടിയാൽ ഞാൻ പോകുന്നതായിരിക്കും. ഞാൻ എന്റെ അപ്പനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. മുടി വെട്ടല് തുടങ്ങിയ എല്ലാ സകലവും അപ്പച്ചന്. എല്ലാരും അമ്മച്ചിക്ക് രൂപ കൊടുത്തിട്ട് പോകും. അതെ എല്ലാവരും അമ്മച്ചിക്ക് അമ്മച്ചി അവിടെ പോയി ഇരുന്നിട്ട് കൊടുത്താൽ മതി. അതവരേ പോവാണ് വീട്ടിലോട്ട് പോയിട്ട് വരും. പോയിട്ട് വരും കേട്ടോ. ഇപ്പൊ ഇന്നലെ വന്നതല്ലേ ഉള്ളൂ. അതിന് ഉറക്കക്ഷീണമൊക്കെ ഉണ്ട്. അതുണ്ടെങ്കിൽ
വന്ന് രാവിലെ വന്നേ ഉള്ളൂ അവർ. സൗകര്യം സമയമുണ്ട് വന്നാൽ മതി. ആ ഉറക്കക്ഷീണമുണ്ട്, അതുകൊണ്ട് അവർ പോയിട്ട് വരും കേട്ടോ. അവർ പോയിട്ട് വരും. അവർ പോയി ഉറങ്ങിയിട്ടേ. എനിക്കാണെങ്കിൽ അപ്പടി ഉറക്കം വരുമോ? ആ അമ്മ അവിടെ നിന്ന് ഉറങ്ങിക്കോ കേട്ടോ. ആ ഒരുപോലൊക്കെ ഉറങ്ങിയില്ല. ഇന്നലെ ആണെങ്കിലും രാത്രി ശകലം ഉറങ്ങിയില്ല. ആ ഇന്നലെ പെരുന്നാളൊക്കെ ഇല്ലായിരുന്നോ? ആ ഇനി കിടക്കാനൊന്നും പറ്റിയില്ല. ആ അതുകൊണ്ട് ഇവർ പോയിട്ട് വരും കേട്ടാ. അമ്മ എന്നിട്ട് കിടന്നോ. അവർക്കൊരു ഉമ്മയെ കൊടുത്തു വിട്. എന്നാലും ഉറക്കമൊന്നും പറ്റില്ല. ആ അവർക്കൊരു ഉമ്മയൊക്കെ കൊടുത്തു വിട്. ആ ശരീര സുഖമില്ലാതെ പിന്നെ ഇങ്ങനെ ഉറക്കം വരും. ആ ശരീരത്തിന് അപ്പടി എണ്ണ ഓ അതൊന്നുമില്ലെന്നേ, ഒക്കെ മാറിക്കോളും. കാലിനും നടുവിനും ചങ്കിനും ആ അതൊക്കെ മാറിക്കോളും കേട്ടോ. മാറി 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 വന്നുകൊണ്ട് ആ അത് മാറിക്കോളും. കിടക്കാനും പറ്റിയല്ല, ഉറക്കവും പറ്റിയല്ല. ഒന്ന് വൈകിക്കഴിഞ്ഞാൽ അന്ന് ആ മയക്കവും കഴിഞ്ഞേറ്റാൽ പിന്നത്തെ അന്നത്തെ ദിവസം ഒരു പോളെ കാണോ. ഒന്നും കുഴപ്പമില്ലെന്നേ. അത് ഭയങ്കര പാടാം. അവർ പോയിട്ട് വരും കേട്ടാ. ഓരോ ഉമ്മ കൊടുക്ക്. അവർ പോയിട്ട് വരട്ടെ. കിടക്കാം. ആ കിടന്നോ. കിടക്കാം. ആ കിടക്കാം. ഒന്ന് വൈകി ഏറ്റ് കഴിഞ്ഞാൽ കുറേ പിന്നെ ഒന്നുമില്ല. പിന്നെ കിടക്കുകയും വേണ്ട, ഉറങ്ങുകയും വേണ്ട, ഒന്നും വേണ്ട. ഓരോ ഉമ്മ കൊടുക്ക്. അവർ പോയിട്ട് വരട്ടെ. കിടക്കാൻ പോകാം. കിടക്കട്ടെ. അതൊക്കെ കിടന്ന് ഒന്ന് മയക്കും വരുമെന്ന് അറിയത്തില്ല. ഉറക്കമെന്ന് പറഞ്ഞതില്ല. നേരത്തെ ഇവിടെ മൂഡ് മാറിയേ, അതാണ്. ഒന്നപ്പോഴത്തെ മൂടല്ല, പക്ഷെ മാറി. ഇവര് അങ്ങോട്ട് പോവാ. ഇവര് എറണാകുളത്തിന് പോവാ. ഇവര് കിട്ടും ശങ്കരിയും കൂടെ എറണാകുളത്തിന് പോവാ. കിട്ടും ശങ്കരിയും കൂടെ എറണാകുളത്തിന് പോകുക. ആ ജോലി സ്ഥലം അല്ല. അവരിപ്പോൾ രാവിലെ വന്നതല്ലേ ഉള്ളൂ. അവർക്ക് ഉറങ്ങിയില്ല. അവർ വന്നിട്ട് എന്നിട്ട് ഉറങ്ങിയിട്ട് അടുത്ത ദിവസം വരും അമ്മയെ കാണാനായിട്ട്. അവരല്ല ഇരിക്കുന്നേ. ഇത് കിട്ടു, ഇത് ശങ്കരി. ജോലിയുണ്ട്, രണ്ടുപേർക്കും ജോലിയുണ്ട്. രണ്ടുപേരും പഠിക്കുകയും കൂടെയാ. അവിടെ ജോലി പോയി. ആ കുട്ടു ജോലിയും ചെയ്യുന്നു, പഠിക്കുകയും ചെയ്യുന്നു. ആ നല്ല മാർക്ക് കിട്ടാൻ അമ്മച്ചി ഇരുന്ന് പ്രാർത്ഥിച്ചോ കേട്ടാ. ആ നന്നായിട്ട് മാർക്ക് കിട്ടി ജയിക്കാൻ വേണ്ടി. എന്നിട്ട് നല്ല ജോലി. അവർ പോവാ കേട്ടാ. ഇവര് പോവാ. ഇല്ല, ഇവര് മാത്രമേ പോകണുള്ളൂ. ഞാനോ? ഞാനെവിടെ പോകാനാ? ഏയ് ചാച്ചൻ അവിടെ ഇല്ല. ആ ചാച്ചൻ പള്ളിയിലാ. പള്ളിയിലാന്നേ. ചാച്ചൻ പള്ളിയിൽ പെരുന്നാൾ കൂടിക്കൊണ്ടിരിക്കുക. ആ അച്ഛനിപ്പോൾ അങ്ങനെയൊക്കെയാ. സ്ഥിരം പള്ളിയിലാ. ആ അതേന്നേ. ദൈവത്തിൻ്റെ ഈശോയുടെ ഒക്കലൊക്കെ കൂടുതൽ അടുക്കട്ടെ. അന്ന് അതനുസരിച്ചുള്ള മാറ്റങ്ങളും വരും. മനുഷ്യൻ നോക്കി എന്നെ നടക്കും. ശാന്തമായ രീതിക്ക് കിഴങ്ങ് വിളിച്ചുകൊണ്ട് ഇരുത്താനുള്ളതുകൊണ്ട് ഇരുത്തി അത്ര സുഖമായിട്ട് തന്നെ ജീവിച്ചാൽ മതി, കഴിച്ചാൽ മതി. അത് തന്നെ. ഇത് എത്ര പേരുടെ വഴക്കും ബഹളവും കേട്ടു അടിപിടിയെല്ലാം നടത്തി വേണം. ഇതൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല പറഞ്ഞിട്ട്. ഓരോ തലമുറ ചെല്ലും തോറും ഒത്തിരി മാറ്റങ്ങളും. അതെ അതെ. കാരണവന്മാർക്കും മാറ്റം, മക്കൾക്കും മാറ്റം, മക്കളുടെ മക്കൾക്കും മാറ്റം. അങ്ങനെയല്ലേ തലമുറ മാറുന്നതനുസരിച്ച് മാറ്റം വരണം. ഈ തലമുറ കൂടി വരും. ആ കൂടി വരും. നല്ല പുരോഗതി ഉണ്ടാവുള്ളൂ. തലമുറകൾ മാറി മാറി മാറ്റങ്ങൾ വന്നാലേ പുരോഗതി ഉണ്ടാവുള്ളൂ. ആ എന്നാ അവർ പോവാ കേട്ടാ. അവർ പോവുക. ടാറ്റ കൊടുത്തേര്, ഉമ്മ കൊടുത്തേര്. അവർക്കോരോ ഉമ്മ കൊടുത്തേര്. അവർക്കൊരു ഉമ്മ കൊടുത്തേക്കാം. ഒരു ഉമ്മയെ
ഉമ്മയാ? ഉമ്മ. ആ. ആ ആ ആ അവക്കോ ചങ്കരിക്കുട്ടിക്കും കൂട്. ചക്കരമ്മ. ചക്കരയുമ്മ, പഞ്ചാരിയമ്മ. ആ നമ്മ കടന്നോ നീ? എൻ്റെ മക്കൾ സുഖമായിട്ട് ജീവിക്കാൻ ഈശോ അനുഗ്രഹിക്കണം. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാപ്പാ ഇപ്പം ഞാൻ തന്നെയല്ലേ അവിടെ? ഇല്ല, ഞങ്ങൾ പോണില്ല, ഇവരെ പോണുള്ളൂ. ഇവരെ പോകുന്നുള്ളൂ, പിന്നെ പിള്ളേരെ പോകുന്നുള്ളന്നേ. നീ പോണില്ല? ഞാൻ പോണില്ല. എന്നെ ആരും കൊണ്ടുപോകാനാ? ആ, എനിക്ക് ഇതൊന്നുമില്ല. എന്നെ ആരും കൊണ്ടുപോകാനില്ല. പോയാലും പോയില്ലല്ലോ, എല്ലാം ഈശോയുടെ ഇഷ്ടം പോലെ. ആ ഞങ്ങളിവിടെ ഉണ്ട് കേട്ടാ. ഇനിയിപ്പോൾ എങ്ങോട്ട് പോയാലും എന്നാ പോയാലും ആ കേട്ടോ മക്കളെ? ടാറ്റ ടാറ്റ ടാറ്റ. പോയിട്ട് വരും. അമ്മ എന്നെ മിസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ആൻസർ ചെയ്തില്ല. എന്നെ മിസ് ചെയ്യുന്നില്ല. എന്നാ പോയി കിടന്ന കേട്ടോ. വനുവും പോയി കിടന്ന് ഉറങ്ങും കേട്ടോ. കൊച്ചുങ്ങളെ കാണാനായിട്ട് 2-3 പേര് ഞങ്ങളെ 2 പേരെയും കാണാനായിട്ട്. അല്ല നമ്മളെ കന്യാകുമാരി പോയിട്ട് വന്നിട്ടേ ലേസൊക്കെ ഓക്കെ ബൈ, ഓക്കെ ബൈ. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.